കോൺഗ്രസിന്റെ തന്നെ പ്രത്യേകിച്ചും യൂത്തന്മാരുടെ തീപ്പൊരി നേതാവാണ് ഷാഫി പറമ്പിൽ എം പി. പാലക്കാട് അദ്ദേഹത്തെ എങ്ങനെയാണ് താലോലിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. വടകരയിലെ ജനങ്ങളും അദ്ദേഹത്തെ തലയിലെടുത്ത് വച്ചിരിക്കുന്നു എന്ന് നമുക്കറിയാം. അത്രയധികം ഇഷ്ടമാണ്, സ്നേഹമാണ് ജനങ്ങൾക്ക്. വടക്ക് മാത്രമല്ല, കേരളത്തിലെമ്പാടും ഷാഫി എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് ഹരം തന്നെയാണ്, രോമാഞ്ചമാണ്. മാധ്യമങ്ങളെ സംബന്ധിച്ചും മാധ്യമങ്ങളിലെ ചർച്ചകളിലെത്തുന്ന സിംഹമായി ബൈറ്റുകളിലൊക്കെ തന്നെ തീപ്പൊരി വാക്കുകളിൽ ജനങ്ങളെ കയ്യിലെടുക്കാൻ കഴിയുന്ന നേതാവാണ് ഷാഫി പറമ്പിൽ. ഷാഫി ഏറെ പ്രതിരോധത്തിലായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ബന്ധപ്പെട്ട പീഡന കേസുമായി ബന്ധപ്പെട്ടാണ്. അതിൽ വട്ടം തിരിഞ്ഞ ആ സാഹചര്യത്തിലായിരുന്നു ഷാഫി വളരെയധികം പ്രതിസന്ധിയിലായത്. ഒരുപാട് കുത്തുവാക്കുകൾ ഷാഫിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൃത്യമായി കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടും ഷാഫിയെ വേട്ടയാടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. രാഹുലിന്റെ സ്പോൺസറാണ് ഷാഫി എന്നും രാഹുലിന്റെ മെന്റർ എന്ന രീതിയിലും ഒക്കെ തന്നെ ഷാഫിയെ ആളുകൾ കടന്നാക്രമിച്ചു. ഷാഫി ഏറെ ആരോപണങ്ങളെ നേരിടേണ്ടി വന്നു. എന്നാൽ ഇപ്പോഴും സജീവമായി തന്നെ ഷാഫി രാഷ്ട്രീയത്തിൽ തുടരുകയാണ്. ഈ ദിവസം ഷാഫിയുടെ പിറന്നാളുമാണ്. ഈ സാഹചര്യത്തിൽ ഷാഫിയെ വിഷ് ചെയ്തുകൊണ്ട് പിറന്നാൾ ആശംസ അറിയിച്ചുകൊണ്ടെത്തിയ ഒരു വ്യക്തിയെ സൂക്ഷിക്കണമെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഷാഫി പറമ്പലിന് പലരും കൊടുക്കുന്ന മുന്നറിയിപ്പ്. വടകര എം പിയായ ഷാഫി പറമ്പലിന് പിറന്നാൾ ആശംസകൾ കൊടുത്തത് മറ്റാരുമല്ല, നടിയും രാഹുലിനെതിരായിട്ടുള്ള ആരോപണങ്ങളുടെ കുന്തമുനയിൽ ആദ്യമായി രാഹുലിനെതിരെ വിരൽ ചൂണ്ടിയ റിനി ആൻഡ് ജോർജുമാണ്. ഫേസ്ബുക്കിലൂടെയാണ് റിനി ഷാഫി പറമ്പലിനുമായി ചേർന്ന് നിൽക്കുന്ന ചിത്രം സഹിതം ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. എന്താണ് ഈ പോസ്റ്റിന്റെ ലക്ഷ്യമെന്നാണ് ഇതിന് പിന്നാലെ പലരും കമന്റ് ചെയ്യുന്നത്. പല കമന്റുകളും വായിക്കാൻ പോലും കൊള്ളില്ലാത്തതാണ്. കടുത്ത സൈബർ ആക്രമണമാണ് ഇതിലൂടെ ഉണ്ടാകുന്നത്. ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഷാഫിക്ക എന്നാണ് റിനി കുറിച്ചിരിക്കുന്നത്. ഇതിനു പുറമെയാണ് റിനിക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം ഉണ്ടായത്. എന്റെ ഷാഫി അടുത്തേതോ പണിയുമായി വരികയാണെ സൂക്ഷിച്ചോളൂ എന്നാണ് കമന്റ്. ഷാഫിയുടെ ബർത്ത്ഡേ ആണെന്ന് ഷാഫിയെങ്കിലും അറിഞ്ഞായിരുന്നു ഷാഫിക്ക എന്നാണ് ചോദിക്കുന്നത്. ഷാഫിക്ക സൂക്ഷിച്ചില്ലെങ്കിൽ മാനവും പോകും, എം പി സ്ഥാനവും പോകും എന്നാണ് മറ്റു ചില കമന്റുകൾ. ചിലതൊക്കെ വായിക്കാൻ പോലും കൊള്ളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിന് ഹൈക്കോടതി ക്ലീൻ ചീറ്റ് ജാമ്യം നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് റിനിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതോടൊപ്പം മറ്റൊരു കാര്യം, രാഹുലിനെ സംബന്ധിച്ച് ചെയ്ത തെറ്റുകളല്ല എന്ന രീതിയിൽ കോടതിയുടെ ഭാഗത്തുനിന്ന് തന്നെ പരാമർശമുണ്ടായിരിക്കുന്നു. ഇരുകൂട്ടരും അറിഞ്ഞു നടത്തിയ ഒരു ബന്ധം, അതൊരു ഘട്ടത്തിൽ ബന്ധം പിരിയുമ്പോൾ അല്ലെങ്കിൽ പിണങ്ങുമ്പോൾ എങ്ങനെയാണ് അത് പീഡനമായി മാറുന്നത് എന്നുള്ള വളരെ പ്രസക്തമായ ഒരു ചോദ്യം. അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയുടെ മുൻകാല നിരീക്ഷണങ്ങൾ ഇതൊക്കെ ചൂണ്ടിക്കാട്ടി രാഹുലിന് ഏറെ അനുകൂലമായ ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും നേരിട്ട് വരുന്ന ഭീഷണികൾക്ക് മറുപടിയുമായി രാഹുലിനെതിരെ ആദ്യം വെളിപ്പെടുത്തൽ നടത്തിയത് റിനി ആൻഡ് ജോർജ് ആയിരുന്നു. റിനി ഏറെ ശ്രദ്ധിക്കപ്പെട്ടതും ഈ ഒരു വിഷയത്തിലൂടെയായിരുന്നു. നടിയെന്ന രീതിയിലല്ല, മറിച്ച് രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ച ഹൂ കെയേഴ്സ് എന്ന വാക്കുപയോഗിച്ച് രാഹുലിനെ ഏറിൽ കൊണ്ടുപോയ ഒരു വ്യക്തി കൂടിയായിരുന്നു നടി. ഇപ്പോഴും രാഹുലിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. എന്തിനേറെ പറയുന്നു, നടിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ വന്നപ്പോൾ അതിനെ നിയമപരമായി നേരിട്ടു എന്നുള്ള പോസ്റ്റ് കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം റിനിയാൻ പങ്കുവച്ചത്. രാഹുലിന്റെ പേര് എടുത്തു പറയാതെയായിരുന്നു റിനി പോസ്റ്റ് അടക്കം പങ്കുവച്ചത്. രാഹുലിനെതിരായിട്ടുള്ള വെളിപ്പെടുത്തലിന് പിറകെ തനിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പലതരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ, കുപ്രചാരണങ്ങൾ, കടുത്ത സൈബർ ആക്രമണം നേരിടേണ്ടി വരുന്നു എന്നാണ് റിനി പറഞ്ഞത്. അതിജീവിതകൾക്ക് വേണ്ടി സംസാരിച്ചതിന്റെ പേരിൽ കൊല്ലാനാണ് തീരുമാനമെങ്കിൽ മരിക്കാൻ പോലും തനിക്ക് പേടിയില്ല എന്നായിരുന്നു റിനി നിലപാടറിയിച്ചത്. ആരോപണം ഉന്നയിച്ചതിന് പുറകെ തന്റെ വസ്ത്രധാരണത്തെയും ചിരിയെയും പോലും അപഹസിക്കുന്നു, പരിഹസിക്കുന്നു. താനൊരു മോശം സ്ത്രീയാണെന്ന തരത്തിൽ പ്രചരിപ്പിച്ചു. പണം വാങ്ങി ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിക്കുന്നു. അവസരങ്ങൾ ഇല്ലാതാക്കാൻ പലതരത്തിലുള്ള ഇടപെടൽ ഉണ്ടായി എന്നാണ് റിനി ആരോപിക്കുന്നത്. എന്നാൽ ഇതുകൊണ്ടൊന്നും ഞാൻ തളരില്ല, കണ്ടപ്പോൾ കൊല്ലുമെന്ന് വരെ ഭീഷണി, എന്നാൽ അതുകൊണ്ടൊന്നും താൻ ഭയപ്പെടില്ലെന്നും ഓരോ വ്യക്തികൾക്കും അവരുടെ തെറ്റുകൾക്ക് കർമ്മഫലം ഉണ്ടാകുന്നതിന് എന്നെ പഴിച്ചിട്ട് കാര്യമില്ല എന്നാണ് റിനി പറയുന്നത്. ആരും തകരണമെന്ന് ആഗ്രഹിക്കുന്നില്ല, അവർ തിരുത്തപ്പെടണം എന്ന് തന്നെയാണ് എന്നത്തെയും നിലപാടെന്നാണ് റിനി ഫേസ്ബുക്കിൽ നേരത്തെ കുറിച്ചിട്ടുണ്ടായിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകിയ സംഭവത്തിന് പിന്നാലെയാണ് റിനിയുടെ പിറന്നാൾ ആശംസകളും വലിയ ചർച്ചയായി മാറുന്നത്. തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നും നിർണായക തെളിവായിട്ടുള്ള മൊബൈൽ ഫോൺ പരിശോധനയ്ക്ക് കൈമാറണമെന്നും മറ്റു ചില കർശന ഉപാധികൾ കൂടി ചൂണ്ടിക്കാട്ടിയാണ് രാഹുലിന്
ജാമ്യം കൊടുത്തത്. മറ്റു 2 ബലാത്സംഗ കേസുകളിൽ നേരത്തെ തന്നെ രാഹുലിന് ജാമ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും രാഹുലിനെ സംബന്ധിച്ച് ഏറെ വിജയം എന്ന് തന്നെ പറയേണ്ട ഒരു ദിവസം കൂടിയാണ് കടന്നുപോയത്. രാഹുലിന്റെ അടുത്ത നീക്കങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് ഏറെ ആകാംക്ഷയോടുകൂടിയാണ് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പിന്നീട് നടത്തിയിരുന്ന നിരീക്ഷണങ്ങളുടെ വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തുവരികയാണ്. ആ നിരീക്ഷണങ്ങളൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ചില വസ്തുതകളുണ്ട്. ഇത്രയും കാലം മാധ്യമങ്ങളിലൂടെ മറ്റും പുറത്തു വന്നതല്ല, സൈബറിടത്ത് പലരും കുറിച്ചതല്ല യഥാർത്ഥ വസ്തുത. ഒരു നാൾ മറനീക്കി പുറത്തു വരുമെന്ന് രാഹുൽ അന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടി പറയാൻ രാഹുൽ വേണ്ടി വന്നില്ല. കോടതി തന്നെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. അതിൽ ആർക്കും തന്നെ സംശയം ഉണ്ടാകേണ്ടിയിരുന്നില്ല. ആരും തന്നെ സംശയിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം പുറം ലോകത്ത് ആരും തന്നെ അറിയാത്ത വളരെ രഹസ്യമായ തെളിവുകളടക്കം വിശകലനം ചെയ്ത ശേഷമാണ് ആ ചാറ്റുകളും ഡിജിറ്റൽ തെളിവുകളും ഒക്കെ തന്നെ കണ്ടതിന് ശേഷമാണ് കോടതി കാര്യം പറഞ്ഞിരിക്കുന്നത്. ഒരു ബന്ധം തകർന്നാൽ അതെങ്ങനെയാണ് പീഡനമാകുന്നത്? സ്നേഹത്തിലായിരിക്കുന്ന സമയത്ത് ഉഭയസമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, പിന്നീട് വൈരാഗ്യം വരുമ്പോൾ ബന്ധം പിരിയുന്നു. അത് പീഡനമാക്കി മാറ്റുന്ന ഒന്നല്ല. ഒന്നിലധികം കേസുകൾ ഇതിനോടകം തന്നെ രാജ്യത്തെ പല കോടതിയിലും സമാനമായി എത്താറുണ്ട് എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണം. എന്തായാലും റിനിയുടെ ഈ ഒരു ഷാഫി പറമ്പലിനെ ബർത്ത്ഡേ ആഘോഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബർത്ത്ഡേ വിഷ് അറിയിച്ചുകൊണ്ട് റിനി രംഗത്തെത്തിയത് കോൺഗ്രസ് നേതൃത്വത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തെ തകർക്കാൻ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെ രാഷ്ട്രീയത്തെ ഇല്ലാതാക്കാൻ റിനി ശ്രമിച്ചു എന്നുള്ള ആരോപണങ്ങൾ പല ഭാഗത്തു നിന്നും ഉയർന്നു വന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഷാഫിക്ക് ഒപ്പം നിൽക്കുന്ന ചിത്രവുമായി രംഗത്തെത്തുന്നത്. മാത്രമല്ല ഈ വിഷയത്തിൽ സുപ്രീം കോടതി പോലും അടുത്ത കാലത്ത് ഒരു വലിയ നിരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരിക്കലും വിവാഹിതയ സ്ത്രീക്ക് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന പരാതി നൽകാൻ കഴിയില്ല. അത്തരത്തിലുള്ള സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു. അതിന്റെ ഇരയായി രാഹുൽ മാങ്കൂട്ടം മാറി. അതാണ് കോടതിയുടെ നിരീക്ഷണത്തിലൂടെ കഴിഞ്ഞ ദിവസം പലരും ചർച്ച ചെയ്യുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ 1ാമത്തെ പീഡന പരാതിയിലും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു നൽകി. ലൈംഗിക ബന്ധം ഉഭയസമ്മത പ്രകാരമാണെന്ന് സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു മുൻകൂർ ജാമ്യ ഉത്തരവിൽ അത് പ്രതിപാദിക്കുന്നുണ്ട്. പരാതിക്കാരി രാഹുലും തമ്മിലുള്ള ചാറ്റുകൾ അടക്കം പരിശോധിക്കുമ്പോൾ ആർക്കും മനസ്സിലാവുക ഒരു കാര്യമേ ഉള്ളൂ, ഇവർ തമ്മിൽ സ്നേഹബന്ധമായിരുന്നു, അടുപ്പമായിരുന്നു, ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമായിരുന്നു. അതിനപ്പുറത്തേക്കൊന്നുമില്ല. അതൊരു പീഡനമാക്കി നോക്കി കാണാൻ കഴിയില്ല. അതൊരു ബലാത്സംഗമല്ല എന്നും ഇതിലൂടെ മനസ്സിലാക്കുന്നു. ക്രൂരമായ പീഡനത്തിനിരയായ ഒരാൾ എങ്ങനെയാണ് പിന്നെയും അതേ വ്യക്തിക്ക് അടുത്തേക്ക് പോകുന്നത്? ആർക്കും തന്നെ വിശ്വസിക്കാൻ കഴിയാത്തൊരു സംഭവമായി മാറുന്നുവെന്ന് പറയുന്നത് ഹൈക്കോടതി ഉത്തരവിലാണിത് പറയുന്നത്. ബന്ധം തകരുമ്പോൾ അത് പീഡന കേസായി മാറുന്ന ഇത്തരത്തിലുള്ള പ്രവണതകൾ ശരിയല്ലെന്നും ഈ കാര്യത്തിലും ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നുമാണ് ജസ്റ്റിസ് കൗസർ ഇടപ്പകത്തിന്റെ ഉത്തരവിൽ പറയുന്നത്. ഗർഭചിത്രം നടത്തിയെന്ന് പറയുന്നു, അത് രാഹുൽ ചെയ്യിപ്പിച്ചു എന്ന് പറയുന്നു. അത് വളരെ ഗുരുതരമായ കുറ്റമായി മാധ്യമങ്ങളടക്കം ചൂണ്ടിക്കാട്ടിയത് കോടതിയിൽ ഉറപ്പായും രാഹുലിന് പണി കിട്ടുമെന്ന് പലരും വിലയിരുത്തി. എന്നാൽ കോടതി പറഞ്ഞത് എങ്ങനെയാണ് ഗർഭചിത്രം പരാതിക്കാരിയുടെ സമ്മതത്തോടു കൂടിയാണ് നിലവിൽ സംഭവിച്ചിരിക്കുന്നതെന്നാണ് കോടതിയുടെ വിലയിരുത്തൽ. രാഹുൽ എന്ന മനുഷ്യൻ ഒരു വ്യക്തി മാത്രമായി നിർബന്ധിച്ച് നടത്തിയതല്ല. വാട്സാപ്പ് ചാറ്റുകളിലൂടെ ആ കാര്യങ്ങൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഇനി പുറത്തു വരുന്ന ഓഡിയോ ക്ലിപ്പുകൾ, ഫോൺ കോളുകൾ അതെന്താണെന്ന് ചോദിച്ചാൽ അത് രാഹുലിനെതിരായിട്ടുള്ള വിഷയങ്ങൾ മാത്രം. അവർ തമ്മിൽ പിണങ്ങുന്ന സാഹചര്യത്തിലോ വഴക്കിടുന്ന സാഹചര്യത്തിലോ ഉള്ള ഒരു ഭാഗം സംഭാഷണം മാത്രമാണ് പുറത്തുവിട്ടിട്ടുള്ളത്. മുഴുവൻ വിവരങ്ങൾ തന്റെ പക്കൽ ഉണ്ടെന്ന് രാഹുൽ പറയുന്നു. അതല്ലെങ്കിൽ ഈ പുറത്തുവരുന്ന വോയിസ് നോട്ടീസിൽ പൂർണ്ണമായും അതെന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല, പൂർണ്ണമായും എന്തുകൊണ്ട് കേൾപ്പിക്കുന്നില്ല, കേൾപ്പിക്കേണ്ടത് മാത്രം പുറത്തുവിട്ട് മാധ്യമങ്ങളിലൂടെ അതിജീവിതയ്ക്ക് അനുകൂലമായ ഒരു നറേറ്റീവ് രാഹുലിനെതിരെ ഒരു രാഷ്ട്രീയ ആയുധമായി ഇതൊക്കെ മാറ്റിയെടുത്തു. ഇങ്ങനെയുള്ള സംശയങ്ങളാണ് കോടതി നിരീക്ഷണത്തിൽ ഉയർന്നു.